ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ സെഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ ഭാസ്കരനും സുഭാഷും ഒക്കെ എല്ലാവരും സുനന്ദയും സുനന്ദയുടെ ഭർത്താവിനെയും അനുഗ്രഹിച്ച് യാത്രയയക്കുന്ന ഒരു മനോഹര രംഗമൊക്കെ നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും സുനന്ദയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം സുഭാഷ് എന്നെ അവസാനമായിട്ടാണെങ്കിലും ഒന്ന് കാണുവാൻ, കൂടുതൽ നേരം സംസാരിക്കുവാൻ, സുഭാഷേട്ടൻ എന്നും ഉണ്ടാക്കി തരുന്ന ആഹാരം ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഒരു പക്ഷേ അവസാനമായിട്ടായിരിക്കാം കഴിക്കുവാൻ കഴിഞ്ഞതിൻ്റെയും ഒക്കെ ഒരു സന്തോഷം സുനന്ദയുടെ മുഖത്തുമുണ്ട്. അതിനോടൊപ്പം സുഭാഷിനെ വിട്ടുപോകുന്ന ഒരു സങ്കടം നല്ലപോലെ പ്രകടമാക്കുന്നുണ്ട്. അത് സുഭാഷിനും അതുപോലെ നിധിക്കും സുധീഷിനൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ തൻ്റെ ഭർത്താവിന് അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല കേട്ടോ. അങ്ങനെ ഈ പോകാൻ നേരത്ത് ഒരുപാട് സമയം സുഭാഷിനോട് യാത്ര ചോദിക്കുന്നു. അങ്ങനെ യാത്ര ചോദിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ സുഭാഷിനെ വളരെ ദയനീയമായിട്ട് നോക്കുന്ന സുനന്ദനെയാണ് കാണുന്നത്. അങ്ങനെ എന്തായാലും സുഭാഷിൻ്റെ മുഖത്ത് സന്തോഷം മാത്രമേ പ്രകടമാകുന്നുള്ളൂ. കാരണം ഒരിക്കലും തൻ്റെ മനസ്സിൽ ഉള്ള ഭാരം അല്ല സങ്കടം, സുനന്ദ എന്ന ആ സങ്കടം അത് പ്രകടമാക്കാതെ സുനന്ദയോട് സന്തോഷത്തോടു കൂടി പോകുവാനും, നീ ദുബായിക്ക് പോയി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനൊക്കെ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സുഭാഷ് പറഞ്ഞു വിടുന്നത് കേട്ടോ. അങ്ങനെ അതിനുശേഷം സുഭാഷ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു മനോഹരമാകുന്ന രംഗമുണ്ട്. സുനന്ദയും അതുപോലെ സുനന്ദയുടെ ഭർത്താവും പോകുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സുനന്ദയുടെ ഭർത്താവ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് സുനന്ദയുടെ കയ്യിൽ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മനസ്സ് ഒന്ന് ഇടറിപ്പോകുന്ന സുഭാഷിനെയൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു അധ്യായം അവിടെ കൊണ്ട് അവസാനിക്കുകയുണ്ടോ. അതിനുശേഷം കാണുന്നത് നമ്മുടെ നിധി ലാസ്റ്റ് ഇൻ്റർവ്യൂ, ജോലിക്ക് ഉള്ള ചാൻസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഘട്ടം ഏകദേശം 99% നിധിയുടെ ജോലി കൺഫേം ആയതാണ്. എങ്കിലും അവസാനം ഇൻ്റർവ്യൂവിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സുധീഷുമായിട്ട് പോകുന്നു. ഈ സമയത്തും സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ കൂടെ വരണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സുഭാഷിൻ്റെ മുഖത്തേക്കൊരു കലിപ്പിച്ചൊരു നോട്ടമുണ്ട് കേട്ടോ. അതിനോടൊപ്പം ദയനീയമായിട്ടുള്ള ഒരു നോട്ടം കൂടെയാണ്. അപ്പം സുഭാഷ് അല്ലേ വേണ്ട മോളെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, മോളും സുധീഷും പോയിട്ട് വരാൻ പറഞ്ഞ് സുധീഷിനെയും നിധിയെയും പറഞ്ഞയക്കുന്നു. അങ്ങനെ നിധി യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ സുഭാഷ് എന്ന് കയറി വരികയാണ്. സുധീഷിനോട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുന്ന ഒരു മനോഹരമാകുന്ന രംഗമുണ്ട്. അതിനുശേഷം ജോലി സ്ഥലത്ത് എത്തുന്നു, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് ജോലി സ്ഥലത്ത് ചെന്നു. അങ്ങനെ രണ്ടുപേരെയാണല്ലോ ജോലിക്ക് തിരഞ്ഞെടുത്തത്. സുനന്ദനെയും മറ്റൊരു ചെറുപ്പക്കാരനെയുമാണ് ജോലിക്ക് ഏകദേശം അല്ലെങ്കിൽ 99% ഫിക്സഡ് ആക്കിയിരിക്കുന്നത്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പരിചയപ്പെടുന്ന ഒരു ഭാഗം, ഓഫീസ് മുറിയിൽ ചെന്ന് പരിചയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അവസാനം നിധിയെ വിളിക്കുകയാണ്, അകത്തേക്ക് വിളിക്കുമ്പോൾ ഒരാളെ തിരിഞ്ഞിരിക്കുന്ന ആ MDയുടെ ഓഫീസിൽ ഒരാളെ തിരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പം പെട്ടെന്ന് മേക്കമീൻ സാർ എന്നും പറഞ്ഞ് അകത്തേക്ക് നിധി കയറി ചെന്നു വരാൻ പറയുകയും അകത്തുനിന്ന് അനുവാദം ലഭിക്കുക കേട്ടോ. അങ്ങനെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ കസാര ചെയറിൽ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ കാണുന്നത് നിധിയുടെ ചങ്ക് തകരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം തൻ്റെ ഏറ്റവും വലിയ ശത്രുവായ, ഏറ്റവും കൂടുതൽ ലോകത്ത് വെറുക്കുന്നതായ സൂര്യ തനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചിരുന്ന അദ്ദേഹത്തിൽ നിന്ന് ഓസ്ട്രേലിയക്കാരനിൽ നിന്ന് രക്ഷപ്പെട്ട നിധിക്ക് വലിയ തിരിച്ചടി കിട്ടി കേട്ടോ. തൻ്റെ ഓഫീസ് മുറിയിൽ MDയുടെ കസാരയിൽ സൂര്യ ഇരിക്കുന്ന കാണുകയും ഞെട്ടിപ്പോവുകയും ചെയ്യുന്ന നിധിനെയൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം നിധിയെ കണ്ടപ്പം അട്ടഹസിച്ചുകൊണ്ട് ഒരു കളിയാക്കി ചിരിയോടുകൂടി നിധിയെ അവിടെ വെച്ച് ആ ഓഫീസ് മുറി വിളിച്ച് കളിയാക്കുന്ന സൂര്യനെയാണ് കാണുന്നത്. അപ്പോൾ അതിനിടയിൽ പറയുന്നുണ്ട്, എന്താ നിധി, ആസ്ട്രേലിയയിൽ പോയി സുഖമായിട്ട് ജീവിക്കേണ്ട ആള് ഇവിടെ വന്ന് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതൊന്നും കേട്ടപ്പം നിധിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നിധി ഒരിക്കലും വിചാരിച്ചൊരു കാര്യമല്ല ഇങ്ങനെ ഒരു വ്യക്തിയെ. പക്ഷെങ്കിൽ ഈ സൂര്യ ഈ കമ്പനിയുടെ MDയുടെ കൂട്ടുകാരനാണ് എന്നുള്ള സത്യം പിന്നീടാണ് നിധി അറിയുന്നത് കേട്ടോ. അങ്ങനെ നിധി അവിടെ നിന്ന് ആ ഓഫീസ് മുറിയിൽ നിന്ന് അവസാന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് ഓഫീസിലുണ്ടായിരുന്ന അല്ലെങ്കിൽ റിസപ്ഷനിലുള്ള പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. കാരണം ചോദിക്കുകയാണ്, ഇതാണോ MDയെ കാണാൻ വേണ്ടി എന്നെ വിളിച്ചിട്ട് അകത്തിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈ പെൺകുട്ടി പറയാം, അയ്യോ മേഡം സോറി, ക്ഷമിക്കണം, അത് MDയുടെ ക്ലോസ് ഫ്രണ്ടാണ്, മേഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞതെന്ന് പറയുകയും
അപ്പോൾ നിധി അവിടുന്ന് വളരെ ദേഷ്യത്തോടു കൂടി ആ ഓഫീസ് മുറിയിൽ നിന്ന് ജോലി വേണ്ട, സൂര്യനോട് സംസാരിച്ചിട്ടുള്ള ജോലി വേണ്ട എന്നൊരു തീരുമാനമെടുത്ത് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. അങ്ങനെ വെളിയിൽ കാത്തു നിൽക്കുന്ന സുധീഷിൻ്റെ അടുക്കൽ വരികയും സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്, ജോലിയൊക്കെ ഓക്കെ ആയോ, സന്തോഷമായോ എന്ന് ചോദിക്കും. എന്നാലും മുഖത്തെന്തൊരു സങ്കടമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുമോ. ഇതുപോലെ ഞാൻ ഓഫീസ് മുറിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വേറെ ആരുമല്ല, സൂര്യനെ കാണുകയും സൂര്യ അവിടെ വെച്ച് എന്നെ അപമാനിക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് സുധീഷിനും ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം എങ്ങനെയാണ് സൂര്യ അവിടെ വരുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും അങ്ങനെ നിധി പറയുകയാണ്, ആ ബോസിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഉടമയുടെ MD-യുടെ കൂട്ടുകാരനാണ് ഈ സൂര്യ. അതുകൊണ്ട് ഈ ജോലിയെക്കുറിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇനി വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി നോക്കണമെന്ന് പറഞ്ഞ് നിരാശയോടുകൂടി ആ കാറിൽ മടങ്ങുക കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ, സങ്കടങ്ങൾ നിധി സുധീഷിനോട് പറയുന്നുണ്ട്. കാരണം ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് നിധി ഈ ജോലിക്ക് ചെന്നത്. അങ്ങനെ 99% വിജയിച്ച് 99.5% വിജയിച്ചു എന്ന് നിധി പറയുന്ന ആ ജോലിയിൽ നിന്ന് നിധി ജോലി മേടിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനിടയിൽ സുധീഷ് നിധിയെ മാക്സിമം ആ ടെൻഷനിൽ നിന്നൊക്കെ മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം കാണുന്ന നമ്മുടെ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും പ്രണയരംഗങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഹരീഷ് നീതു തൻ്റെ വർക്ക്ഷോപ്പിൽ വരികയും അങ്ങനെ നീതുവിൻ്റെ അടുക്കൽ ഇനി ഇങ്ങനെ ശണ്ട കൂടി നിന്നിട്ട് അല്ലെങ്കിൽ വഴക്ക് കൂടി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഹരീഷ് നീതുവിനോട് അല്പം സ്നേഹപൂർവ്വം ഇടപെടുകയും അപ്പോൾ അതിനനുസരിച്ച് ഇത്രയും ദിവസം ഹരീഷ് എങ്ങനെയായിരുന്നോ അതേ രീതിയിലേക്ക് നമ്മുടെ നീതു മാറുകയാണ്. കാരണം ഇത്രയും ദിവസം നീതു വരുമ്പോഴത്തേക്ക് ഹരീഷ് ചൂടാക്കുകയും വഴക്കുണ്ടാക്കുകയും മൈൻഡ് ചെയ്യാതൊക്കെ ഇരുന്നു. പക്ഷേ ഇപ്പോൾ ഹരീഷിന് നീതുവിനോട് സ്നേഹം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ പ്രകടമാക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ഏട്ടത്തിയായ അതിന് കാരണക്കാരി നമ്മുടെ നിധി തന്നെ കേട്ടോ. നിധി പറഞ്ഞു കൊടുത്താണ് ഇത്രത്തോളമൊക്കെ മനസ്സിന് അലിയിച്ചെടുത്തത്. അല്ലെങ്കിൽ നമ്മുടെ ഹരീഷിൻ്റെ മനസ്സറിയാമല്ലോ, വെട്ടൊന്നേ മുറി രണ്ടേ എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. എന്തായാലും അതൊക്കെ മാറി നീതുവിനെ സ്നേഹിക്കുവാൻ, നീതുവിനോട് കൂടുതൽ സംസാരിക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നീതു അല്പം ജാട കാണിച്ച് ഹരീഷിൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഹരീഷിന് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. നീതുവിൻ്റെ ഈ ഇടപെടൽ അല്ലെങ്കിൽ തന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഹരീഷിന് തോന്നുമ്പോൾ ഒരു മുഖത്തൊരു സങ്കടമൊക്കെ ഹരീഷിന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അത് കണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ചിരി ഉണ്ടാകുകയും അത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന നീതുവിനെയൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒടുവിൽ എന്തായാലും സൗമ്യമായി ഇടപെട്ട ഹരീഷിൻ്റെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ട് നമ്മൾ നീതു പോകുന്നു. അതൊക്കെയാണ് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം കാണുന്നത് വീട്ടിലെ സുഭാഷ് വളരെ നമ്മുടെ സുനന്ദ വന്നതിന് പിന്നെ വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി ഒരു പോസിറ്റീവ് മൈൻഡിലേക്കൊക്കെ വരുന്നു. തൻ്റെ ജോലിയും അതുപോലെ മുൻപ് തൻ്റെ അനിയന്മാരെയും അതുപോലെ അനിയത്തിയായ നിധിയും എങ്ങനെയാണോ കണ്ടത് അതുപോലെ ആഹാരമുണ്ടാക്കുകയും അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയൊക്കെ ചെയ്യുന്ന, അതുപോലെ ജോലി സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ ചെല്ലുകയൊക്കെ ചെയ്യുന്ന സുഭാഷിനെയാണ് നമ്മൾ വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം കാണാൻ പോകുന്ന വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണുമോ ഇല്ലയോ എന്നറിയത്തില്ല, അല്ലെങ്കിൽ അടുത്ത തന്നെ മുന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും. അങ്ങനെ നിധിയെ അന്വേഷിച്ച് കുറച്ച് ഗസ്റ്റുകൾ അല്ലെങ്കിൽ നിധിയുടെ വീട്ടുകാർ വരുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡുണ്ട്. അപ്പോൾ അത് ആ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഒരുപാട് താമസിച്ചു പോയി. വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.